സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുമെന്ന് പറയുന്ന വാർത്ത നിലവിൽ വളരെ ശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ റിലയബിൾ സോഴ്സസ് ആയിട്ടുള്ള ESPN, ക്രിക്കിൻഫോ അല്ലെങ്കിൽ ക്രിക്ക് ബസ് പോലെയുള്ള മാധ്യമങ്ങളൊക്കെ ഇപ്പം പറയുന്നത് പ്രകാരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റിനോട് ഒഫീഷ്യലി തന്നെ റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് തന്നെ റിലീസ് ചെയ്യണമെന്നുള്ളത്. ഒന്നെങ്കിൽ ഓപ്ഷനിലേക്ക് വിടുക അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുക എന്നുള്ളതൊക്കെ. ഈ സീസണിന് ശേഷം തന്നെ ഓൾറെഡി സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടും, ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നതാണ്. CSKയിലേക്ക് പോകുമെന്നുള്ള വാർത്തയും ആ സമയത്ത് തന്നെ വന്നതാണ്. എന്നാലിപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇങ്ങനെയുള്ള ഒരു കാര്യമേ സംഭവിക്കുന്നില്ല, സഞ്ജു എങ്ങും പോകുന്നില്ല, രാജസ്ഥാൻ റോയൽസിൽ തന്നെ നിലനിൽക്കുമെന്ന് പറയുന്ന വാർത്ത വന്നത്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങൾ വീണ്ടും മാറി മറിയുന്ന രൂപത്തിലേക്ക് വന്നു. സഞ്ജു രാജസ്ഥാൻ വിടും എന്നുള്ള കാര്യം. ഇപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 11 വർഷങ്ങൾ രാജസ്ഥാൻ റോയൽസിൻ്റെ കുപ്പായത്തിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബ്രേക്ക് ത്രൂ തന്നെ ഉണ്ടാകുന്നത് രാജസ്ഥാൻ റോയൽസിലൂടെയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. രാജസ്ഥാൻ റോയൽസിന് 2 വർഷത്തെ ആ ഒരു ബാൻ കിട്ടുന്ന സമയത്ത് മാത്രമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നത്. അതിനുശേഷം 2018 വീണ്ടും അദ്ദേഹം രാജസ്ഥാനിലേക്ക് തിരിച്ചെത്തി. 2021 രാജസ്ഥാൻ ക്യാപ്റ്റനാക്കി മാറ്റി സഞ്ജുവിനെ. അതിനുശേഷം 2022 അതായത് തൊട്ടടുത്ത സീസണിൽ തന്നെ ടീമിനെ ഫൈനലിലേക്ക് വരെ എത്തിച്ചിട്ടുള്ള ഒരു ക്യാപ്റ്റനായിരുന്നു സഞ്ജു സാംസൺ എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ട്രോഫി നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം സഞ്ജു സാംസനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അദ്ദേഹത്തിന് വലിയ ഫ്രാഞ്ചൈസികളിൽ നിന്ന് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. പക്ഷേ രാജസ്ഥാൻ പോലത്തെ ഒരു ടീമിനോടൊപ്പം നിന്ന് ഒരു ക്യാപ്റ്റനായിട്ട് നിന്ന് അവർക്കൊരു ട്രോഫിയൊക്കെ നേടിക്കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് എന്നുള്ളത്. അതേ സഞ്ജു തന്നെയാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ മാനേജ്മെൻറ്റിനോട് തന്നെ റിലീസ് ചെയ്യണമെന്ന് പറയുന്നൊരു ആവശ്യവുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പം ടീമിനുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് തന്നെയൊക്കെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. ഇപ്പം കഴിഞ്ഞ മെഗാലേലത്തിന് മുമ്പ് ഇപ്പം ജോസ് ബട്ട്ലറെ പോലത്തെ താരത്തെയൊക്കെ നിലനിർത്താത്ത കാര്യത്തിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള താരത്തിൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാനേജ്മെൻറ്റും ക്യാപ്റ്റനൊക്കെ ഒന്നിച്ചു പോകണമല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ ഭിന്നത വരിക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം മുമ്പ് ഉണ്ടായിരുന്നപ്പോൾ കുമാർ സംഗക്കാരെയും സഞ്ജു സാംസണും ക്യാപ്റ്റൻ കോച്ച് എന്ന നിലയിൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു എന്നുള്ളത്. എന്നാൽ രാഹുൽ ദ്രാവിഡ് വന്നതിന് ശേഷം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പം രാഹുൽ ദ്രാവിഡ് മെൻറ്ററായിട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് സഞ്ജു രാജസ്ഥാനിലൂടെ കയറി വന്ന് ഒക്കെ വരുന്നത്. എന്നാൽ ഒരു ഹെഡ് കോച്ച് ക്യാപ്റ്റൻ കോംബോ ആയതിനു ശേഷം അത്ര നല്ല രൂപത്തിലല്ല എന്നൊക്കെ പറയുന്നു. IPLൻ്റെ ഇടയ്ക്ക് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരം വന്നതാണ്. എന്നാൽ രാഹുൽ ദ്രാവിഡ് തന്നെ അന്നത് നിഷേധിക്കുന്ന തരത്തിൽ വന്നു. എന്നാൽ പിന്നീടും ആ തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്ന വാർത്തകൾ വീണ്ടും വന്നു. എന്നാൽ ഇതൊന്നുമല്ല, വേറെ ചില പ്രശ്നങ്ങളൊക്കെയാണ് സഞ്ജുവിനുള്ളതെന്നും മറ്റ് ചില ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പം സഞ്ജുവിന് ലാസ്റ്റ് സീസണിൽ ഇഞ്ചറി ആയിട്ട് 9 മത്സരങ്ങളെ കളിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള സഞ്ജു പക്ഷേ കഴിഞ്ഞ സീസണിലെ കുറച്ചധികം മത്സരങ്ങൾ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൂടിയാണ് കളിച്ചത്, ഇഞ്ചറി പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രാജസ്ഥാൻ്റെ ഓപ്പണിങ്ങിൽ ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പിനേഷനും സെറ്റായിട്ട് നിൽക്കുന്നൊക്കെ സാഹചര്യമാണ്. അപ്പം സഞ്ജു നാഷണൽ ടീമിലൊക്കെ കളിക്കുമ്പോഴത്തേക്കും ഒരു ഓപ്പണിംഗ് പൊസിഷനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആ കാരണം കൊണ്ടെന്ന് പറയുന്നത് ഇപ്പം ആകാശ് ചോപ്രയെ പോലത്തെ മുൻ ക്രിക്കറ്റ് താരവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എക്സ്പേർട്ട് എന്ന നിലയിലൊക്കെ പറയാൻ പറ്റുന്ന ആളാണ്. അപ്പം അദ്ദേഹമൊക്കെ പറഞ്ഞു കേട്ടിരുന്നു, അതായത് ഇപ്പം വൈഭവ് സൂര്യവംശിയാണ് ഒരു കാരണം എന്നൊക്കെയുള്ളതൊക്കെ. ഇനി എങ്ങോട്ട് എന്ന് പറയുന്നൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പം ട്രേഡ് എന്ന് പറയുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പേര് ഉറപ്പായിട്ടും ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ധോണിയുടെ ഒരു പകരക്കാരൻ അല്ലെങ്കിൽ ധോണിയെ റീപ്ലേസ് ചെയ്യുന്നൊരു താരം വേണം ഏത് തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും. ഇപ്പം സഞ്ജുവിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹവും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്, ക്യാപ്റ്റൻ മെറ്റീരിയലാണ്. അതുപോലെ ധോണിയെപ്പോലെ ഒരു ഓറയൊക്കെ ഉള്ളൊരു പ്ലെയറാണ്. അപ്പം അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ നല്ല ഫാൻസും ഉണ്ട്. ഇപ്പം തമിഴ്നാടിനോട് ഏറെ ഇഷ്ടമുള്ള ഒരു കളിക്കാരൻ കൂടിയാണ് സഞ്ജു സാംസൺ. ഇപ്പം നന്നായിട്ട് അദ്ദേഹം തമിഴൊക്കെ സംസാരിക്കുമല്ലോ. അപ്പം ചിലപ്പോൾ റിലേറ്റ് ചെയ്യാനും കൂടുതൽ അല്ലെങ്കിൽ ആരാധകരുമായിട്ട് കണക്റ്റ് ആകാനും ഒക്കെ ഉള്ള സാധ്യതകൾ തീർച്ചയായിട്ടും വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സഞ്ജു CSKയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലാണല്ലോ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിലൊക്കെ അദ്ദേഹം നിൽക്കുന്നത്. ഇപ്പം ചെന്നൈയുടെ ഒരു സാഹചര്യം എടുക്കുന്ന സമയത്ത് അവിടെ ഋതുരാജ് ഗെയ്ക്വാദ് ഓൾറെഡി ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് വരുന്നൊരു താരത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന റോളിലേക്കൊക്കെ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്കൊക്കെ CSK പോകുമോ എന്നുള്ള കാര്യമുണ്ട്. പിന്നെ കേൾക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിനെ വിട്ടുകൊടുക്കണമെങ്കിൽ CSKയുടെ 2 പ്ലേയേഴ്സിനെയൊക്കെയാണ് ഒരു സ്വാപ്പ് എന്ന നിലയിലൊക്കെ ആവശ്യപ്പെടുന്നത് എന്നുള്ളത്. അതിന് പിന്നാലെ ഇപ്പം അശ്വിനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അശ്വിനും ഇതുപോലെ ഒരു റിലീസ്
തന്നെ റിലീസ് ചെയ്യണം CSKയിൽ നിന്നുള്ള ഒരു കാര്യം മാനേജ്മെന്റിനെ അറിയിച്ചു എന്ന് പറയുന്ന വാർത്തകളൊക്കെ വന്ന് നിൽക്കുന്ന സമയം കൂടിയാണല്ലോ. ഇനി മറ്റു ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെയും ക്യാപ്റ്റനെയും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ രഹാനെ ലാസ്റ്റ് സീസണിൽ വന്നിട്ട് അദ്ദേഹം ആസ് എ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. പക്ഷേ ക്യാപ്റ്റൻ എന്ന നിലയിൽ നോക്കുമ്പോൾ ഇപ്പോൾ 8ാം സ്ഥാനത്താണ് ടീം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നൊരു പ്രശ്നമാണുള്ളത്. അപ്പം അവരുടെ വിക്കറ്റ് കീപ്പറായിട്ടുണ്ടായിരുന്നത് ഫോറിൻ വിക്കറ്റ് കീപ്പറാണ്, ഇപ്പം ഡീകോക്കാണ്. പക്ഷേ ഡീകോക്കും ലാസ്റ്റ് സീസണിൽ അത്ര മികച്ചൊരു പ്രകടനം നടത്താനായോ എന്ന് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ എല്ലാം ഒത്തുചേർന്ന ഒരു ബാറ്റ്സ്മാനാണ്, വിക്കറ്റ് കീപ്പറാണ്, ക്യാപ്റ്റനാണ് എന്ന് പറയുന്ന കാര്യം. ഇപ്പം രഹാനെയാണ് 37 വയസ്സായി, അധികം നാൾ അങ്ങനെ ഒരു രീതിയിൽ വെക്കാൻ പറ്റില്ല. അപ്പം ആ സാഹചര്യത്തിൽ KKR പരിഗണിക്കപ്പെടുമോ എന്ന് പറയുന്നൊരു സാഹചര്യവുമുണ്ട്. ഇത് രണ്ടുമല്ലാതെ വൈഡായിട്ടുള്ള സാധ്യതകൾ പറയുന്നത് ഒന്ന് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. പക്ഷേ ഡൽഹി ക്യാപിറ്റൽസിൽ ഓൾറെഡി ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ KL രാഹുലുണ്ട്, ക്യാപ്റ്റൻ എന്ന നിലയിൽ അക്ഷർ പട്ടേലുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവരിൽ ആരെങ്കിലുമൊക്കെ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അങ്ങനത്തെ ഒരു ഡീല് നടക്കാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ ലാസ്റ്റ് സീസണിൽ KL രാഹുൽ വളരെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഒരു താരമാണ്, റൺസ് വാരിക്കൂട്ടിയിട്ടുള്ള ഒരു താരമാണ്. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ്റെ ഒരു സാന്നിധ്യം അവർക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഇഷാൻ കിഷനൊക്കെ പോയതിന് ശേഷം ഇപ്പോൾ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോറിൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെയാണ്. അപ്പം സഞ്ജു കൂടി വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു ഗുണകരമാകുന്ന കാര്യമാണ്. പക്ഷേ പറഞ്ഞല്ലോ, ഇതൊരു വൈഡായിട്ടുള്ള സാധ്യതയായിട്ട് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും ഒരു ട്രേഡ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ CSK ഓർ KKR എന്ന പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. ഇനി ഓപ്ഷനിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അതെന്തായി തീരുമെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കിക്കാണാം. എങ്കിലും ഇപ്പോഴും രാജസ്ഥാൻ റോയൽസിൻ്റെ മാനേജ്മെൻറ്റ് സഞ്ജുവിനെ കൺവിൻസ് ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. 2027 വരെ കോൺട്രാക്റ്റ് ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനം എടുക്കേണ്ടത് സഞ്ജുവാണ്. ദ്രാവിഡ് എന്ന് പറയുന്ന പരിശീലകൻ്റെ തീരുമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെങ്കിലും ഒരു അൺഹാപ്പി ആയിട്ടുള്ള സാഹചര്യത്തിൽ ഒരിക്കലും സഞ്ജു സാംസനെ നിർത്താൻ, കോൺട്രാക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നിർത്താനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. കാരണം ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള താരം ഒരു അൺഹാപ്പി ആയിട്ട് നിൽക്കുന്നത് ടീമിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതല്ല, കൺവിൻസ് ചെയ്യിച്ച് അദ്ദേഹത്തെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇനി രാജസ്ഥാനിൽ നിൽക്കാനുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ.